നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അഭിമുഖം കണ്ടു. ഒരല്പം ആശ്ചര്യപ്പെട്ടു എന്ന് തുറന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരു പുരുഷ ലൈംഗിക തൊഴിലാളിയുടേതായിരുന്നു. സമൂഹം പലപ്പോഴും തുറന്ന് സംസാരിക്കാൻ മടിക്കുന്ന മേഖലയാണ് ലൈംഗിക തൊഴിൽ രംഗം. അതുകൊണ്ട് തന്നെ ആ അഭിമുഖത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം എന്ന് കരുതി. ഈ അഭിമുഖത്തിൽ ഈ വ്യക്തി പറയുന്നത് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ്. 40 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും തന്നെ സമീപിക്കാറ് എന്ന് പറയുന്നു. സാധാരണക്കാർ മുതൽ സമ്പന്നർ വരെ ഉപഭോക്താക്കളിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. 10,000 മുതൽ 50,000 രൂപ വരെ പ്രതിഫലം കിട്ടും എന്ന് പറയുന്നു. വെബ്സൈറ്റുകളും ഇൻസ്റ്റാഗ്രാമുകളുമാണ് പ്രധാനമായും ആളുകളെ ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും വ്യക്തമാക്കുകയാണ്. ആരോഗ്യപരമായ മുൻകരുതലുകൾ കർശനമായി പാലിക്കാറുണ്ടത്രേ. മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ആളുകളുമായി അടുക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ വീഡിയോ മലയാളിക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഇത് കേവലം ഒരു വ്യക്തിയുടെ അനുഭവം മാത്രമാണോ? അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക നൈതിക കോഡിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ സൂചനയാണോ? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ഞാൻ ആദ്യം എത്തുന്നത് മാധ്യമപ്രവർത്തകനായ കെ ഷാജിയിലേക്കാണ്. ഷാജി, ഈ അഭിമുഖം ഒരു വലിയ ചർച്ചാ വിഷയമായി വൈറലായി യൂട്യൂബിൽ പ്രചരിക്കുകയാണ്. പലരും ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. മലയാളിയുടെ ഒരു മാറുന്ന സദാചാര ബോധത്തെയാണോ ഇത് വ്യക്തമാക്കുന്നത്? ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീ ഷാജി ഈ അഭിമുഖത്തെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ലൈംഗിക തൊഴിലാളികളുടെ ജീവിതവുമായിട്ട് സ്ത്രീ തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പുരുഷനായ ഒരു ലൈംഗിക തൊഴിലാളി അയാളുടെ ജീവിതം പറയുന്ന ഒരു സാഹചര്യം ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ ആവാം ഇതില് ഒരുപാട് വൈകാരികമായ ശ്രദ്ധ, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുന്നു, ഒരുപാട് കാഴ്ചക്കാരുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ ഒരു മോറൽ ജഡ്ജ്മെന്റ് നടത്താനോ അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആളുകൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ നിലനിൽക്കുന്ന സമൂഹത്തിലെ ഒരു മാറ്റങ്ങളുടെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റങ്ങൾ, വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മനുഷ്യരുടെ മൂല്യബോധത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇതെന്ന് നമുക്ക് ഉറച്ചു പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതിനെ കുറച്ചുകൂടി ഡീപ്പർ ആവാമായിരുന്നു ഈ ചർച്ച അല്ലെങ്കിൽ അഭിമുഖം എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ തൊഴിലിലേക്ക് വരുന്ന ആളുകളുടെ ഒരു സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള പശ്ചാത്തലം, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന അവരുടെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ സാമ്പത്തിക ലാഭത്തെ കുറിച്ചും എക്കണോമിക് പ്രഷറിനെ കുറിച്ചും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇത് കുറെ കൂടി ഒരു സോഷ്യോളജിക്കലായിട്ട് ഇതിന്റെ ഒരു ട്രെൻഡിന്റെ പിന്നിൽ ഇതൊരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഇതിലേക്ക് ആളുകളെ തള്ളിവിടുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ. കാരണം നമ്മളിപ്പോ പറയുന്നു കേരളം ഒരുപാട് പുരോഗതി നേടി, ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സോഷ്യോളജിക്കലായ ഒരു അന്വേഷണമാകാമായിരുന്നു. ഷാജി, അതിനപ്പുറത്ത് മറുവശത്ത് ഒരു കാര്യം ഇങ്ങനെ വരികയാണ്. സ്ത്രീകൾ ഇത്തരത്തിൽ ഉപഭോക്താക്കളായി മാറുന്നു. ഇത് ഒരുപക്ഷെ എനിക്കൊരല്പം അവിശ്വസനീയമായി തോന്നുന്നു. ഷാജി ഒരുപാട് യാത്ര ചെയ്യുകയും ഇത്തരം വിഷയങ്ങൾ സാമൂഹ്യ നിരീക്ഷണമൊക്കെ ഒരുപാട് നടത്തുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇത് ഷാജി അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? എന്നിട്ട് ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകളും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സ്ത്രീയായാലും പുരുഷനായാലും മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് മനുഷ്യരുടെ ഇടപെടലുകളും മനുഷ്യരുടെ വ്യക്തിപരമായ ചോദനകൾക്കനുസരിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുക. ഇന്ന് പണ്ടത്തെ ഒരു കാലമല്ല, ഒരു 10-15 കൊല്ലം മുമ്പുള്ള ഒരു അവസ്ഥയല്ല. മനുഷ്യർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും അത് ലഭ്യമാക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് സോഴ്സുകളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ ബന്ധപ്പെടുകയും അത്തരക്കാരായ ക്ലയന്റുകളെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ. ഇതിനകത്തൊരു വലിയൊരു കാര്യം വെച്ചാൽ ഒരു ഉഭയകക്ഷി സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് നിയമത്തിന്റെ മുന്നിൽ വലിയ കുറ്റകരമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ താഴെക്കൂടിയുള്ള ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ ധാർമ്മികത തന്നെ വളരെ ആപേക്ഷികമാണ്. അതുകൊണ്ട് സ്ത്രീകൾ വരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഒരുപാട് കാലമായി വരുന്ന ഒരു മേഖല സ്ത്രീകൾ കൂടി കൈവയ്ക്കുന്നത് തകരാറൊന്നുമില്ല. സ്ത്രീകൾ വരുന്നത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായി ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുമോ? കാരണം
നമ്മൾ നേരത്തെ ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ലൈംഗിക തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പലതരം ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്ന രോഗങ്ങൾ, അതുപോലെ അവരെ വലിയ ചൂഷണത്തിന് വിധേയമാക്കുന്നു, അവരെ തട്ടിക്കൊണ്ടുപോകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള വലിയ അക്രമത്തിനും അതുപോലെ ഈ ചുവന്ന തെരുവുകളിൽ അവരെ ഭീകരമായ ചില ക്രൂരതകൾക്കൊക്കെ വശംവദരാക്കിയാണ് ഇങ്ങനെയൊക്കെ നിർബന്ധിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഇത് പുരുഷന്മാരും ഇതിലേക്ക് വരുമ്പോൾ അതിനെ കുറെ കൂടെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ടോ ഷാജി? തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ വലിയ പഠനങ്ങൾ നടക്കണം. ഇതിന്റെ സാമൂഹ്യ ആഘാതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കണം. അതുപോലെ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ആളുകളാകുമ്പോൾ ഇതിന്റെ ലൈംഗിക തൊഴിലാളികൾ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, ലൈംഗിക തൊഴിലാളിയായിട്ട് വരുന്ന ആളുകളുടെ അവകാശങ്ങൾ പ്രധാനമാണ്, അവരുടെ രോഗങ്ങൾ പ്രധാനമാണ്, അവരുടെ മുന്നോട്ട് പോക്ക് പ്രധാനമാണ്. അവർ ചൂഷണത്തിന് വിധേയമാവുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തണം. പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുണ്ട്. കാരണം ഒരു ലൈംഗിക തൊഴിൽ എന്ന് പറയുന്നതും ബലാത്സംഗം എന്ന് പറയുന്നതിന്റെയും എഴുതവരമ്പ് വളരെ നേരിയതായതുകൊണ്ട് അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾക്കെല്ലാം എതിരായിട്ട് കൃത്യമായിട്ടുള്ള നിയമ സംവിധാനത്തിന് ജാഗ്രത ആവശ്യമുണ്ട്. അപ്പൊ സർക്കാർ തന്നെ ഈ മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തണം. ഇതിന്റെ ഒരു മിസ്യൂസ്, ഇത്തരം സാധ്യതകളെ മിസ്യൂസ് ചെയ്യുന്നതിന്റെയും ഒരു വലിയ കുറ്റകൃത്യമായി മാറുന്നതിന്റെയൊക്കെ സാധ്യതകളെ മുൻകൂട്ടി കണ്ട് അതിനെതിരായിട്ടുള്ള ഗൗരവമായുള്ള നടപടികൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യം. യെസ്, വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഷാജിയുടെ ഒരു നിരീക്ഷണം വളരെ സുപ്രധാനമാണ്, ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ. അപ്പോൾ മറ്റ് കോളർമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശരത്ത് ബാലരാമപുരത്ത് നിന്ന് വിളിക്കുന്നു. ശരത്തെ, ഈ ഒരു പുരുഷ ലൈംഗിക തൊഴിലാളിയുടെ ഇൻ്റർവ്യൂ ആണ്, ഒരു പ്രോഡ്കാസ്റ്റാണ് ഇങ്ങനെ കേരളം ചർച്ച ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ സദാചാര ബോധത്തിന് ഒരു ആഘാതം ഏൽപ്പിക്കുന്നുണ്ടോ? നമസ്കാരം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, അതേപോലെ തന്നെ യൂട്യൂബ്, ഇങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്ന് തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം എല്ലാം എങ്ങനെ വൈറലാവാം എന്നുള്ള രീതിയിൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഏറെയും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉള്ള പല പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പലരും പലമായിട്ടുള്ള കമന്റ്സ് ഇട്ടിട്ട് അതിനകത്ത് വൈറലാവാൻ പറ്റുമോ എന്നുള്ള, അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കൊടുക്കുക, അതിലൂടെ വൈറലാവുക, അതിനകത്ത് വരുമാനം കണ്ടെത്തുക, ഇതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത് വൈറലാവുക എന്നത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെ ഇനി വിശ്വസിക്കാൻ പറ്റും? വരെ ഈ തട്ടിപ്പാര ഇടയിൽ കുഴിയിൽ വീഴൂലേ, ആ ഒരു കുഴിയിലോട്ട് വീഴുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനെ കുറെ കൂടി ജാഗ്രതയോടെ കാണണം എന്നാണ് ശരത്തിന് പറയാനുള്ളത് അല്ലേ? ജാഗ്രത എന്നാൽ അപ്പുറം നമ്മൾ പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ അല്ലെങ്കിൽ വാട്സപ്പോ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് എടുത്തു നോക്കണം. ഈ വൈറലാവാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ടിരിക്കുന്നു. ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇനി അഥവാ അത് ഇട്ടിട്ട് അത് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പം ഇതിനൊരു എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണ്ടേ, എല്ലാ കാര്യത്തിനും. മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ ഈ കുടുംബത്തിനകത്ത് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ, പണ്ടായിരുന്നെങ്കിൽ കൂട്ടുകുടുംബമായിട്ടുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് അണുകുടുംബമായി. സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് പലരും സ്നേഹം കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത്. അത് സ്ത്രീകളായാലും പുരുഷനായാലും ആരായാലും. സ്നേഹം അന്വേഷിച്ചുള്ള പോക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. സ്നേഹം ഇല്ലാതെ വരുമ്പോഴോ, സ്നേഹം കുടുംബത്തിനകത്ത് കെയറിംഗ് ഇല്ലാതെ, അപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ അച്ഛനും അമ്മയെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കുടുംബക്കാരെ കുറ്റപ്പെടുത്തുന്നു. ഇതാണ് കുഴപ്പം. നമ്മൾ കുടുംബത്തിനകത്തുനിന്ന് ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു പഠനവും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് എങ്ങനെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ ഏത് രീതി നമുക്ക് മുമ്പോട്ട്, അത് കുടുംബത്തിനകത്ത് കിട്ടണം. കിട്ടാതെ വരുമ്പോൾ ഇതിനപ്പുറം സംഭവിക്കും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ഷിജു, നമ്മുടെ പതിവ് പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് എന്നോട് പറയുന്നുണ്ട്. എനിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. സുഖം തന്നെ. അപ്പോൾ കിഷോർ കോന്നി നമ്മുടെ സ്ഥിരം ലേഖകനാണ്, അദ്ദേഹവും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ദിസ് ഓൾ ഹാപ്പൺ ഡ്യൂ ടു വൈഡ് സ്പ്രെഡ് ഓഫ് IT എന്നാണ് ഷിജു എന്നോട് പറയുന്നത്. IT യെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടോ? ഇത് ആളുകൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് അതിൽ നിന്ന് അത് പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ദേ നീഡഡ് ദിസ് മോർ എന്ന് പറയുന്നു. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നത് ചിന്താ ജെറോമിൻ്റെ തെറിവിളി ഘോഷയാത്ര ചർച്ച ചെയ്യണമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചിന്താ ജെറോം പിന്നെ കൊല്ലത്തുള്ള ആളാണല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല. അതായത് ആ വിഷയം ചർച്ച ചെയ്യണം എന്നാണ് ശ്രീ ശശിധരൻ പിള്ളൈ എന്നോട് പറയുന്നത്. ശശിധരൻ പിള്ള ആലപ്പുഴക്കാരനാണല്ലോ. ഓക്കെ. ഭാരതശ്രീ ദാൻ ഭാവശുദ്ധി ഓൺലി ഇൻ 70s and 80s എന്നാണ് പറയുന്നത്, ഷിജു പറയുന്നത്.
സ്വർണ്ണലത എന്നോട് പറയുന്നു, ഇത്രയും വിഷയദാരിദ്ര്യമോ ന്യൂസ് 8 വിഷയം അത്ര അഭികാമ്യമുള്ളതായി തോന്നിയില്ല. ഇതിനേക്കാളും എന്തൊക്കെ വിഷയങ്ങൾ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. നാട്ടിൽ എന്ത് വിഷയമാണുള്ളത്? നമ്മൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ്. എല്ലാ ദിവസവും കുറേ ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തെറി പറയുന്നു, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ തെറി പറയുന്നു എന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ പുതിയ തലമുറ ഇത്തരം പുതിയ കാര്യങ്ങളിലേക്ക് കൂടി നീങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗൗരവപൂർവ്വം ഈ വിഷയം എടുത്തത്. സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങൾ എടുക്കാറുണ്ട്, സാമൂഹിക സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയമാണിത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഇന്ന് പൊതുവേദി ശ്രദ്ധ പതിപ്പിച്ചത്. കാരണം നമ്മൾ എല്ലാ തവണയും എടുക്കുന്ന സമാനമായ രീതിയിലുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൂടി എടുക്കാറുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാൽ ഒരാൾ അനുഭവിക്കുന്ന ടെൻഷൻ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ അത് നമ്മുടെ സന്തത സഹചാരിയായി മാറുമ്പോൾ നമുക്ക് ഈ യൂട്യൂബിലുമൊക്കെ കിട്ടുന്ന ഇത്തരം പ്രതികരണങ്ങൾ ഇത് മലയാളി ഏത് തരത്തിൽ ചിന്തിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരേ മാതൃകയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു നിലപാട് എടുത്തത് ശ്രീമതി സ്വർണ്ണലത. അപ്പോൾ ജയകുമാർ എന്നോട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഇവിടെ കേരളം ചർച്ച ചെയ്യുന്നതെന്നാണ് മനു പറയുന്നത്. വേറെ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. കുമാരി ശൈലേഷ് പറയുന്നത്, ഐ എം കീപ്പിംഗ് കോളിംഗ് യുവർ നമ്പർ, നോബഡി ഈസ് പിക്കിംഗ് അപ്പ് യുവർ കോൾ. കുമാർ ശൈലേഷ് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഉള്ളൊരു പ്രതികരണം, ഐ വിഷ് ടു ടോക്ക് ടു യു എന്നാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഇരിക്കുന്ന ആളുകളൊന്ന് ശ്രമിച്ചാൽ അവരെ കിട്ടുമായിരിക്കും. അപ്പോൾ അവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, വളരെ ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം സാറേ. ഇതിന്റെ മുന്നേ 2 പേര് പറഞ്ഞതും അതേപോലെ എനിക്കും പറയാനുള്ളത്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദിവാകരൻ. വേറെ കൊറിയയിലെ കാണാതെ ഇതെന്താ ഇമ്മ്യൂണിറ്റി പവർ കുറവുണ്ടാവും. ഹെൽത്ത് ഈസ് വെൽത്ത്. ഞാനിപ്പം 10-24 വയസ്സായി. ഞാൻ ഒരു മാസമായി വിളിക്കാതെ. വേറെ ശരീരം നല്ലോണം നോക്കണം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ടാലന്റ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. പക്ഷെങ്കിൽ സാറേ ഈ പ്രശ്നത്തിന് എന്താ പറഞ്ഞാല് കുറച്ച് ദൈവ പ്രാർത്ഥന, 1 region 1 caste 1 vote ഫോർ പ്രകൃതിയുടെ ഒരു ശക്തി. പിന്നെ പാട്ട് കേൾക്കുക. ഞാൻ സംഗീതജ്ഞനാ. എന്റെ പാട്ട് ഇപ്പം വൈറൽ. ദിവാരം തലശ്ശേരി അടിച്ചു നോക്കിയാലും യൂട്യൂബിലും ഒരു 40,000 രൂപയോളം കിട്ടിയിരുന്നു. യൂട്യൂബില്, ഇൻസ്റ്റഗ്രാമില് ദിവാരം പാലയാട് തലശ്ശേരി അല്ല, ദിവാരം തലശ്ശേരി പാലയാട് അടിച്ചാൽ മതി. അത്രയും ഞാൻ നന്നായിട്ട് കുറെ പാട്ട് പാടി എനിക്ക് കുറെ ഇത് കിട്ടി, ലൈക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാറേ ഈ പ്രകൃതി ഈ വിരുദ്ധമായിട്ട് പ്രവർത്തനം ചെയ്യുന്നത് ഒന്ന് ജന്മസിദ്ധമായിട്ട് വരുന്നത്, പിന്നെ സാഹചര്യത്തിന് മോശമാകുന്ന. പക്ഷേ വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പൊ ശ്രീമതി അനീഷ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ശ്രീമതി അനീഷ, യൂട്യൂബിൽ ഇത്തരം ഇന്റർവ്യൂകൾ വരുമ്പോൾ ഇത് സമൂഹം തുറന്നു പറച്ചിലിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഇതിനെ അങ്ങനെ മനസ്സിലാക്കണോ, അതോ കുറെ കൂടി ഭയാശങ്കയോടെ കാണണോ? ഇത് ഭയാശങ്കയോടുകൂടി ഇത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഒരു വിദേശ വനിതയെ ഇതുപോലെ, ഇതിപ്പം നടക്കുന്ന സംഭവമൊന്നുമല്ലല്ലോ. ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു വിദേശ വനിതയെ കൊന്നത് 2 യുവാക്കൾ ഇതേപോലെ ജോലിയനത്തെ ഇത് ജോലിയാന്ന് പറയാൻ പറ്റില്ല എങ്കിലും പറയുക, നാണക്കേട് കൊണ്ടാണെങ്കിലും പറഞ്ഞു പോവാ. ഇങ്ങനെ ഒരു തൊഴിൽ കൊണ്ട് നടക്കുന്ന 2 യുവാക്കളായിരുന്നു. അപ്പൊ ഇതിപ്പോ ഉള്ളതല്ല. ഇത് ഇന്ന് ഇപ്പം ഞാൻ ഈ 2-3 ദിവസത്തിന് മുമ്പ് ഇങ്ങനെ യൂട്യൂബിൽ 1-2 പേര് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പം ഇത് ഇപ്പോഴുള്ള സംഭവമൊന്നുമില്ല. ഇത് നേരത്തെ തൊട്ട് നടക്കാൻ തുടങ്ങിയ സംഭവമാണ്. ഇത് വർഷങ്ങളായിട്ട് ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം ഇപ്പോഴ് അത് പുറത്ത് വന്നേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇതിനൊക്കെ സ്ത്രീകൾക്കിടയിൽ വലിയ തോതിൽ ആവശ്യക്കാർ വരുന്നു, നടിമാരുൾപ്പെടെ സമ്പന്നർ പോലെ സാധാരണക്കാരും ഒക്കെ ഇവരെ തേടി വരുന്നു എന്ന് പറയുമ്പോൾ അത് അനീഷ നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണോ? ഭയപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഭയപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതിന്റെ ഇത് നമുക്കിപ്പോ എനിക്കതിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ശങ്കയിൽ തന്നെ ഞാനും ഇരിക്കുന്നത്. അത് കേട്ടപ്പോ, റിയാക്ഷൻ വീഡിയോ കേട്ടപ്പോ തന്നെ ഞാൻ അതിശയിച്ചു പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു ക്യാമറാമാന്റെ രൂപത്തിൽ, മേക്കപ്പ് മാന്റെ രൂപത്തിലൊക്കെ കൂടെ കൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെ ആ വ്യക്തി സംസാരിച്ചപ്പോ തന്നെ എനിക്കത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പൊ ഈ നമ്മുടെ ഈ സാധാരണ രൂപത്തിൽ ഇതിനൊന്നും പോകാത്ത ഇനി നടികളാണെങ്കിലും അവരുടെ കൂടെ നടക്കുന്ന ഒരു സാധാരണ ഒരു പുരുഷനെ കണ്ടാലും നമ്മൾ ആ രീതിയിലേ തെറ്റിദ്ധരിക്കും. മനസ്സിലായല്ലേ? കാരണം ഇതൊന്നും അല്ലാത്ത ഒരു സ്ത്രീയുടെ കൂട്ടത്തിൽ, ഒരു സെലിബ്രിറ്റിയുടെ കൂട്ടത്തിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ആയിട്ടോ ആരായാലും പോയാലും സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് അങ്ങനെയുള്ള വ്യക്തിയാണോ, ഇവര് കൊണ്ടു നടക്കുന്ന അങ്ങനെ ഒരാളെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും.
ആ ഒരു ലെവലിൽ അത് കേട്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തു. അയ്യോ, അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അയ്യോ, ഇങ്ങനെ സെലിബ്രിറ്റിയുടെ കൂട്ടത്തിൽ കണ്ടപ്പോ ഓരോരുത്തരെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെയുള്ള ആളാണോ ഇത്, നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. കാരണം നല്ലതായിട്ട് പോകുന്നവരെ നമ്മൾ തെറ്റിദ്ധരിക്കും. ഒന്നിലേ ഇയാളെ മുഖം കാണിക്കണം, അല്ലാതെ ഇയാളെ മാസ്ക് വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പലരെയും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കും. അപ്പൊ ഇതൊരു ക്രിമിനൽ ആയിട്ടല്ലേ, ഇതൊരു കുറ്റകരമായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഇത് പുറത്ത് കൊണ്ടുവരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് മാസ്ക് പാടില്ല, അയാളെ പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവരാതെ ഇപ്പൊ ഒരു കുറ്റവാളികളെ ജയിലിൽ കൊണ്ടുപോയാലും മുഖം മൂടിക്കൊണ്ടുപോയി. എന്തിനു മുഖം മൂടുന്നു? മുഖം മൂടേണ്ട കാര്യമില്ല. കുറ്റം ചെയ്യാത്തവര് ഒരു ഇതുമില്ലാതെ പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ വരാൻ തരും. കുറ്റവാളികളെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇയാൾ മാസ്ക് വെച്ചോണ്ട് ആ വീഡിയോയിൽ നിൽക്കുന്നതുണ്ട്. മാസ്ക് എന്തിന്? മാസ്ക് അയാളുടെ ഫുൾ ഐഡന്റിറ്റി. അയാൾ അത് തൊഴിലാക്കി കൊണ്ടുപോകും, അയാളെ കുടുംബം നോക്കിക്കൊണ്ടുപോകും, അയാൾ അതില് സന്തോഷം കണ്ടെത്തുന്നു, അയാൾക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ അയാളത് പറയുന്നുണ്ട്. അപ്പം പിന്നെ അയാൾക്ക് മാസ്ക് എല്ലാത്തിനും അയാളൊരു തൊഴിലായിട്ട് അയാളുടെ ജീവിതമാർഗമായത്. കാരണം അയാൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു, കടം ഉണ്ടായിരുന്നു. ഒരു തൊഴിൽ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് മാസ്ക് പാടില്ല. അയാൾ മാസ്ക് നമുക്കറിയണ്ടേ ഇത് ആരാണ്, അല്ലെ പലരെയും തെറ്റിദ്ധരിക്കും, നമ്മള് പല നടികളെയും തെറ്റിദ്ധരിക്കും. ഇത്തരം ഒരു അഭിമുഖത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ചെറുതായി ഒന്ന് ഞെട്ടി അല്ലേ? ഞെട്ടി. കാരണം നമുക്ക് ഞെട്ടാൻ, ഞാൻ ഒരു സാധാരണ യുവതി, എനിക്കത് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാവും. ഓരോ സാധാരണ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് ഞെട്ടലുണ്ടാവും. വീട്ടമ്മമാരെ എല്ലാം ഞെട്ടിക്കാണും. ഇത് ഞെട്ടും തീർച്ചയായിട്ടും. ഇത് നമ്മൾ ഈ ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ പെടുത്തിയിരിക്കുന്ന സ്ത്രീകളെയാ, പുരുഷന്മാരെ നമ്മൾ അങ്ങനെ, ഞാൻ ഒരു സ്ത്രീ ആണെങ്കിൽ പറയാം, അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ സ്ത്രീകളെയാ കൂടുതലും ആൾക്കാര് സംസാരിക്കുന്നതും, ആൾക്കാർ ആ ഒരു ഭാഗത്തോട്ട് സ്ത്രീകളെയാ. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുരുഷന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. നമ്മളത് സാധാരണക്കാരായ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. ഇനിയിപ്പോ ഏറ്റവും വലിയൊരു ദോഷം വരാൻ പോകുന്നത്, അയാൾക്ക് ഒരു മാസം അയാൾക്ക് 2 ലക്ഷം രൂപയുടെ പുറത്ത് വരുമാനം ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഈ ഒരു വിഷയം കാരണം എത്ര യുവാക്കൾ ഈ ഒരു കാര്യത്തിലോട്ട് പോകുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റായ ഒരു സന്ദേശം യുവാക്കൾക്ക് നൽകുമല്ലേ ഇത്? പണം ലഭിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് ഈ വന്ന കാലത്ത് ഈ കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള ഒരു ഇതിലാ പലരും പോകുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അധ്വാനിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആൾക്കാർ ഈ വന്ന കാലത്തുണ്ട്. അപ്പൊ അവർക്കൊക്കെ അവർക്ക് നോക്കുമ്പോൾ തന്നെ അവർക്ക് മാനസികമായിട്ടും ഒരു സന്തോഷം കിട്ടും, അവർക്ക് പൈസയും സാമ്പത്തികമായിട്ടും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് സമൂഹത്തിന്റെ മുന്നിൽ ഇത് ആരാന്നും കാണിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ഇത് ലഹരി പോലെ തന്നെ, മദ്യപാനവും മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പോലെ തന്നെ ഇതും ഭയങ്കര വിഷയം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത തലമുറകൾ ചിന്തിക്കുന്നത്, ഇപ്പം വളർന്നു വരുന്ന യുവാക്കൾ ഇതൊക്കെ കാണുമ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാല് ഇതിലോട്ട് പോയാല് ക്യാഷ് കിട്ടും, ഒരുപാട് സാമ്പത്തികമായിട്ട് അയാളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇതൊരു തൊഴിലാക്കി നാളെ യുവാക്കൾ കൊച്ചു പിള്ളേരും ഇറങ്ങും, കൊച്ചാമ്പിള്ളേരും ഇറങ്ങും. 45 50 വയസ്സിനോട് ഇടയിലുള്ള സ്ത്രീകൾ പോകുന്നെന്നാ പറയുന്നത് അയാള്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വ്യക്തമാണ്. അപ്പൊ ശ്രീമതി അനീഷ അത് വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ വ്യക്തമാണ് അഭിപ്രായം. സച്ചിൻ എന്നോടൊപ്പം ചേരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. സച്ചിൻ, ഇത് വൻ നഗരങ്ങളിൽ എങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത് പ്രായോഗികമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് കരുതാനാകുമോ സച്ചിൻ? യെസ്, അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അത് കേരള സ്റ്റോറിക്ക് പ്രദർശനാനുമതി നൽകിയിരിക്കുന്നു. നിർമ്മാതാക്കളുടെ അപ്പീലിൽ ആണ് റിലീസിന് അനുമതി നൽകിയത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് തടഞ്ഞിരുന്നു. അപ്പോൾ ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാന വാർത്തകളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ബെഞ്ച് നടപടിക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ചാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം സന്തോഷ് കാസർഗോഡ് നിന്ന് ചേരുകയാണ്. സന്തോഷ്, സന്തോഷ്, ഈ വീഡിയോ കേട്ടപ്പോൾ സന്തോഷ് ഞെട്ടിപ്പോയോ? സ്വാഭാവികമാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്ന രീതിയിലാണോ സന്തോഷ് കാണുന്നത്? അത് ഇത് വളരെ അസ്വാഭാവികമായ ഒന്നാണെന്നാണ്. ഇതൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ നടക്കുന്ന കാര്യങ്ങളാ സാറേ. പിന്നെ ഇപ്പൊ കേരള സ്റ്റോറിയുടെ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് തീർത്തും നിരാശയാണ്. കാരണം റിയൽ സ്റ്റോറി കാണണമെങ്കിൽ 2 ആഴ്ച മുമ്പ് ഈ കാസർഗോഡ് ജില്ലയിലെ പെരുമ്പട്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ വാർത്തയിലൊക്കെ വന്നാണ്. ആ പെരുമ്പട്ടയില്
ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടുത്തെ തെയ്യം പോയി കയറുന്നത് മുസ്ലിം പള്ളിയിലാണ്. ഓക്കെ, നമ്മൾ ആ വിഷയമില്ലാതെ അതായത് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, അപ്പൊ പ്രദീപ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ. അയ്യോ, ഇത് നേരത്തെ നമ്മുടെ അടുത്ത ഒരു പാർട്ടി ഉണ്ട്, ഒരു 57 വയസ്സുണ്ട് പുള്ളി, കണ്ടാലും 25 പുള്ളി കുമാരിക്കുട്ടി ചാന്തുകൂട്ടില്ലേ മനു, ഈ പുള്ളി ഡാൻസ് പഠിപ്പിക്കാനാണ് പോണത്. പക്ഷെ ഞാൻ ഒരാൾ പറഞ്ഞിട്ട് നടുങ്ങി പോയി. ഈ വലിയ വലിയ റിട്ടയർ ഉദ്യോഗസ്ഥന്മാരില്ലേ, അവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പുള്ളി പോകണം. പുള്ളി പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അമ്മമാർ പോണത്, അല്ലാണ്ട് സാധാരണ ആണും പെണ്ണും തമ്മിലുള്ളവരുടെ അല്ല. രാവിലെ ലിസ്റ്റിക് ഒക്കെ തൂത്തങ്ങ് പോകണം കഴിഞ്ഞാൽ നമുക്ക് ചിരി അവനെ കണ്ടച്ചു വെക്കാൻ നമുക്ക് എഴുതി കിട്ടില്ല. കൂടെ ടീമാ. ഇപ്പൊ പുള്ളിക്ക് 19 വയസ്സുണ്ട്. ഇപ്പോഴും കണ്ടാല് ശരി, വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ കുമാർ ശൈലേഷ് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ സർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്കസ് ദിസ് മാറ്റർ എമംഗ് പീപ്പിൾ ആൻഡ് അറൈവ് അറ്റ് എ ഗുഡ് സൊല്യൂഷൻ ടു സ്റ്റോപ്പ് ദീസ് ടൈപ്പ് ഓഫ് തിങ്സ് എന്ന് എന്നോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശശിധരൻ പിള്ളയ്ക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിന്താ ജോറാമിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും ഇപ്പോൾ ഷിജു എന്നോട് പറയുന്നത് ദിസ് ടോപ്പിക് ഇസ് നൈസ്. നമ്മളെല്ലാ ദിവസവും എവറി ഡേ വി ആർ ഡിസ്കസിങ് പൊളിറ്റിക്കൽ ടോപ്പിക്സ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ എനിമീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സദാശിവൻ TK എന്നോട് പറയുന്നു ഇത്തരം വിഷയങ്ങൾ ഇടയ്ക്ക് ചർച്ച ചെയ്യുന്നതും ഈ പ്രശ്നപരിഹാരത്തിനുള്ള വഴികളിലേക്ക് വരുന്നതും നല്ലതാണെന്ന് പറയുന്നു. അക്വേറിയസ് എന്നോട് പറയുന്നു ഇതൊരു പുതിയ സംഭവം അല്ല എന്ന് പറയുന്നു. പണ്ട് രഹസ്യം ഇന്ന് പരസ്യമായി എന്ന് എന്നോട് അക്വേറിയസ് പറയുന്നു. ദിസ് ഈസ് ഡ്യൂ ടു ലിബറലൈസേഷൻ എന്ന് ഷിജു പറയുന്നു. അരുന്ധതി എനിക്ക് ഹായ് മനു എന്ന് പറയുന്നു. അപ്പോൾ അതോടൊപ്പം ജയകുമാർ പറയുന്നു തകഴിയുടെ വാലക്കുഴ ചേച്ചി. ഓക്കെ ഈ ജയകുമാറിന് ഇതാണോ ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്, ചിന്താ ജെറോമിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഇന്ന് ഓക്കെ, ഒരാൾ സ്വമേധയാൽ ഇത് ചെയ്യുന്നത് കുറ്റകരമല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് അക്വേറിയസ് പറയുന്നു. നിങ്ങൾ ലൈംഗികതയെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന് കലിപ്പൻ ചോദിക്കുന്നു. കലിപ്പൻ, എനിക്ക് ലൈംഗികതയോട് ഭയമൊന്നുമില്ല, പക്ഷേ ഇത് എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അജയ് കുമാർ എന്നോടൊപ്പം ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ. ഹലോ, ചോദിച്ചാട്ടെ, പറഞ്ഞാട്ടെ. യെസ്, ഈ വീഡിയോ അജയ് കുമാറിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ശ്രീ മനു, ഞാൻ ഒരു ഡയലോഗ് പറയാം. അത് മനുവിന് ഓർമ്മയുണ്ടോ എന്നൊന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കും. പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ആർട്ട്. യെസ്, മൈ ഡോട്ടർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ് എവിടെയെങ്കിലും? ഇല്ല. എൻ പിള്ള സാറിന്റെ കാപാലിക എന്ന നാടകത്തിലെ ഒരു ഡയലോഗ് അത്. ശരി, അറിയോ? അത് സമൂഹത്തിലെ കാപട്യം തുറന്നു കാട്ടിയതാണ് അദ്ദേഹം. അന്ന് അത് പച്ചയ്ക്ക് അദ്ദേഹം അത് സ്റ്റേജിൽ പറഞ്ഞു. ഇന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു മുഖം മൂടി ഇട്ടുകൊണ്ടത് പറയുന്നു. മനസ്സിലായില്ലേ? എനിക്ക് ഈ വിഷയത്തെ പറ്റി അത്രയേ പറയാനുള്ളൂ. നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഡിഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ എല്ലാവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു വെക്കാം. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജനയുഗം വീക്കലിക്കകത്തില് വന്നിരുന്ന ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ കൊളാബാവാല എഴുതിയത് ചുവന്ന തെരുവുകൾ. അതിനകത്തിൽ കേരളവും ഇന്ത്യയിലെ പല സംസ്ഥാനത്തുള്ള ചുവന്ന തെരുവുകളും ലോകത്തുള്ള പലയിടത്ത് ഉള്ളതെല്ലാം പുള്ളി നേരിട്ട് നടന്ന് ബോധ്യപ്പെട്ടിട്ട് എഴുതിയിരിക്കുന്നു എന്നാണ് അന്ന് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അത് അംഗീകരിക്കാനുള്ള കാപട്യമാണ് ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ പറയുന്നത്. ഇനി ഇത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് സ്വയം ചെയ്യുന്നവർ സമൂഹവും വിലയിരുത്തട്ടെ. എത്ര എനിക്ക് ഇതിനെ പറയാം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീമതി രമ കോഴിക്കോട് നിന്നാണ് ചേരുന്നത്. ശ്രീമതി രമ, കോഴിക്കോട് ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്? സർ, ഞാൻ കോഴിക്കോട് നിന്നാണ് സർ വിളിക്കുന്നത്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് ചേളന്നൂർ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മുടെ മലയാളികളുടെ സദാചാര ബോധത്തെ ഇത്തരം പ്രസ്താവനകൾ വെല്ലുവിളിക്കുന്നുണ്ടോ ശ്രീമതി രമ? തീർച്ചയായിട്ടും വെല്ലുവിളിക്കുന്നുണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, പ്രണയമില്ലാതെ സ്ത്രീക്കൊരു ലൈംഗികത ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ ഉണ്ടാവുന്നത് നല്ലത് തന്നെ. പക്ഷെ കൃത്യമായ മെഡിക്കൽ എക്സാമിനേഷൻസ് ആവശ്യമാണ്. അല്ല, പക്ഷേ ഇത് വൻനഗരങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. പക്ഷെ കേരളത്തിൽ ഇതുപോലെ ആളുകൾ ഉണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതായിരുന്നോ? അതോ ഇത് ഇപ്പൊ പുറത്തു വന്നേ ഉള്ളൂ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ? അങ്ങനെയൊന്നുമല്ല സർ. ഈ ലോകത്തിന്റെ ചോട്ടിലുള്ള എന്തും കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സാറ് മനസ്സിലാക്കൂ.
അപ്പം നമ്മൾ കാണുന്ന ഒരു ആവരണം നിറഞ്ഞൊരു സമൂഹമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അത് തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുന്നത്, അല്ലേ? പല കാര്യങ്ങളും. എനിക്ക് യാതൊരു അത്ഭുതവുമില്ല സർ, ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഇത് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് സ്ത്രീകൾ മാറുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം? അവർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? പരിഗണിക്കപ്പെടാത്ത ഒരു ദാമ്പത്യ ജീവിതം തന്നെ ആയിരിക്കുമല്ലോ സർ അതിന്റെ മൂല കാരണം. അപ്പൊ സ്വാഭാവികമായും ഇതിൽ പക്ഷെ സമ്പന്നരും സാധാരണക്കാരും എല്ലാവരും ഉണ്ടെന്നാണ് പറയുന്നത്. അതെനിക്ക് അറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും. സാധാരണക്കാർക്കും സമ്പന്നർക്കും ഒക്കെ വൈകാരികത എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഓക്കെ, യെസ്, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം ചന്ദ്രൻ നായർ കൂടി ചേരുകയാണ്. ശ്രീ ചന്ദ്രൻ നായർ. മനു സാർ, ആ, പുരുഷ ലൈംഗിക തൊഴിലാളി അങ്ങനെ ഒരു തൊഴിലാളി നമുക്ക് വേണ്ട സാർ. നമുക്കൊരു സാംസ്കാരിക രീതി നിലവിലുണ്ട്, അത് നിലനിന്ന് പോകണം എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ചുരുക്കി പറയുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം ഷാജി കൂടി ചേരുകയാണ്, കൂറ്റനാട്. ഷാജി. ഹലോ. ഷാജി കൂറ്റനാട് നിന്നാണോ കുട്ടനാട് നിന്നാണോ? കുട്ടനാടാണ്. കുട്ടനാട്. ആ, ഷാജി ഈ വീഡിയോ കണ്ടപ്പോൾ ഷാജിക്ക് എന്താണ് മനസ്സിലായത്? ഞാൻ വീഡിയോ കണ്ടിരുന്നില്ല. ഇപ്പോഴത്തെ ടോപ്പിക്കിന്റെ അർത്ഥം കേട്ടപ്പോഴാണ് ഇത് വിളിക്കാനൊരു കാരണം ഉണ്ടായത്. അത് ഇതിപ്പം നിലവിൽ നമ്മുടെ നാട്ടിൻപുറത്തും ടൗൺ ഏരിയയിലൊക്കെ മിക്ക സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന. അതെ, ഇതൊരു പുതുമയായിട്ട് നമുക്ക് കണ്ടെടുക്കേണ്ട കാര്യം. ഉപഭോക്താക്കളായി സ്ത്രീകൾ എത്തുന്നു, പുരുഷ തൊഴിലാളികൾ സർവ്വസാധാരണമാണെന്നാണ് ഷാജി പറയുന്നത്, അല്ലേ? പിന്നെ നമ്മുടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ തിരുനക്കര മൈതാനം, ടൗണ്, അങ്ങനെ എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഇതൊക്കെ ഉണ്ട്. ഇതൊരു ദാമ്പത്യ നേട്ടത്തിനായി പലരും ഉപകരിക്കുന്നുണ്ടിരിക്കുക. ഏതായാലും എന്നെ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കേട്ടോ. ഞാനൊരു മാധ്യമപ്രവർത്തനമായിട്ട് ഇത് ഇത്ര വ്യാപകമാണ് കേരളത്തിലെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഈ ഏരിയ സ്ഥലമൊക്കെ. അതെ, ശ്രീ ഡേവിഡ് വിജയ് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡേവിഡ് വിജയ്. ഹലോ. ആ, എന്ന ടോപ്പിക്കിന് വല്ല ദാരിദ്ര്യം ഉണ്ടോ? ഇത്ര ഇസ്രായേലിലെ പ്രധാനമന്ത്രി പോയിരിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം. ഞാനത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നലെയല്ലേ പോയത്? നമ്മൾ അതെല്ലാം വാർത്ത കൊടുത്തില്ലേ, ചർച്ച ചെയ്തില്ലേ, കേരളം മുഴുവൻ കാര്യങ്ങളുണ്ട്. ഈ ഒരു സംഭവം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ തക്കവണ്ണം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് മാത്രമല്ല, ഇതിന്റെ പല അപകടകരമായ വസ്തുതകളും ഉണ്ട്. അല്ല, അപകടകരമായതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലല്ല, അപകടകരമായ വസ്തുവാണ്. നിങ്ങൾ വേണ്ടാതെ പബ്ലിസിറ്റി കൊടുത്താൽ ചില ഇപ്പൊ എനിക്ക് പറ്റില്ല, എനിക്ക് പ്രായമായി. വേറെ വല്ലവരും ഇങ്ങനെ ഒരു സ്കോപ്പുള്ള പ്രൊഫഷൻ ആണെന്ന് വിചാരിച്ച് ഇതിന്റെ അകത്ത് ചെന്ന് കയറിയിട്ട് ഒന്നാമത് പെൺകുട്ടികളെ അവർ ഹണി ട്രാപ്പിലൊക്കെ പെടുത്തി എത്ര പേരാ പ്രശ്നങ്ങളിൽ പെടുന്നത്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മിണ്ടാതിരിക്കണം. ഇത് അറിഞ്ഞാലും കേട്ടില്ല കണ്ടില്ല എന്നടിച്ചു പോകണം. വലിയൊരു പബ്ലിസിറ്റി കൊടുക്കണ്ട. കാരണം ഇതിപ്പം കാണുമ്പോ വേറൊരുത്തന് തോന്നടാ. ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഏരിയ മാനേജറായിട്ട് സെയിൽസ് ഫീൽഡ് ഉണ്ടായിരുന്ന. അപ്പൊ അങ്ങേക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. എന്തായാലും അപ്പൊ അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ മറ്റേ ഇത് ചർച്ച ചെയ്യണം, ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് കരുതുന്ന ആളുകളിലേക്ക് ഞാൻ പോകണം. ആൻസി എന്നോടൊപ്പം ചേരുന്ന അടിമാലിയിൽ നിന്നാണ്. ശ്രീമതി ആൻസി. ഹലോ. ഹലോ സാർ. ഇത് കേൾക്കാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് ശ്രീ ആൻസി. ഇത് സാധാരണഗതിയിൽ നമ്മൾ വരച്ചു വയ്ക്കുന്ന ഒരു സ്ത്രീത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആളുകൾ ഇങ്ങനെ പുരുഷ ലൈംഗിക തൊഴിലാളികളെ അന്വേഷിച്ച് സ്ത്രീകൾ പോകുന്നു, ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, വിളിക്കുന്നു, 10,000 രൂപയും 50,000 രൂപ വരെയൊക്കെ പുരുഷന്മാർക്ക് കൊടുത്ത് അവരോടൊപ്പം രാത്രി ചെലവഴിക്കാൻ ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സിനിമാ കഥകളിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ അതിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത അത്ര അതിശയോക്തി കലർന്ന യാഥാർത്ഥ്യമാണോ, അതോ ഇത് ഒരാളുടെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ? സാറേ, ഇത് നമ്മൾക്ക് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൈകൃതത്തിലേക്ക് പോവാണ്. നാട്ടിൽ ഒരു 1/3 ഭാഗം തലമുറകൾ. ഞാനൊരു വീട്ടമ്മയാണ്, പ്രായപൂർത്തിയായ മകനുണ്ട്, അധ്യാപനൊക്കെയാണ്. പക്ഷെ ഞാൻ നല്ലൊരു സാൻമാർഗിക ബോധം അവർക്ക് കൊടുക്കാറുണ്ട്. അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ തലമുറകളെ വാർത്തെടുക്കുന്നതാണ് ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ. ഒരാൾ മീഡിയയിൽ ജോലി ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഈ തലമുറകൾ എങ്ങോട്ടായി പോകുന്നത്? കാരണവന്മാരത് പിടിക്കണം. കാരണം ഇതൊക്കെ ഒരു കഞ്ചാവും കള്ളും പോലത്തെ വൈകൃതത്തിൽപ്പെട്ടതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും മേല. നമ്മുടെ ഇതൊക്കെ ദൈവം വെച്ചിരിക്കുന്ന ഒരു കുടുംബം, വീട്, അപ്പനമ്മ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചില ഫ്രോഡുകളുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വൈകൃതത്തിൽപ്പെട്ടതാണ്. മറ്റു പലവിധമായ ദുർഘട അവസ്ഥകളിലൂടെ നമ്മളെ ലോകം പോകുന്നുണ്ട്. പിന്നെ അനുകരണം പാടില്ല. നമ്മളെല്ലാവരും ഈ ആദിമ കാലഘട്ടത്തിൽ ജനിച്ചു വീഴുന്ന ഒരു 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പനമ്മ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. നമ്മുടെ അമ്മമാര്, നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ അധ്യാപകര് ഒക്കെ നമുക്ക്
പൈതൃകമായി കടന്നു പോന്നിരിക്കുന്ന പുസ്തകങ്ങള് പണ്ഡിതന്മാരെഴുതിയത് അല്ലെ വേദപുസ്തകങ്ങൾ വഴി കിട്ടിയിരിക്കുന്നതിൽ നിന്നും മറ്റൊരാൾ എന്തെങ്കിലും വൈകൃതങ്ങൾ കാണിക്കുമ്പോൾ അത് അനുകരിച്ചു പോകുന്ന ഒരു തലമുറയുടെ ഒരു കുത്തൊഴുക്കാണിപ്പം. അത് വളരെയേറെ നമ്മുടെ ചാനലുകാരും അതുപോലെ തന്നെ മറ്റുള്ളവരും പൊതുസമൂഹവും നമ്മുടെ നല്ലൊരു കുടുംബത്വമുള്ളവരെ ആരും ഇതിനെ ഇങ്ങനെയുള്ളതിനെ അനുകരിക്കില്ല. അതുപോലെ എനിക്ക് ഒരു കൂട്ടം കൂടെ പറയാനുണ്ട്. അതെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ പെട്ടതല്ല, എങ്കിലും ക്ഷമിക്കണം. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ രാഹുലിന്റെ ഒരു വിഷയം വന്നു, അതുപോലെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നോ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അവരത്. അത് ഈ നാട്ടിൽ മുഴുവനും പാള വെച്ച് വലിച്ചു കീറി ഒട്ടിച്ചാൽ ജനങ്ങൾ അവരെ തന്നെ മലർന്നു കിടന്ന തുപ്പിയ അവരവർക്ക് എഴുതും. ഏത് പാർട്ടിയിൽ നിന്നും ആകട്ടെ അവരതിന്റെ ശിക്ഷ മനോവേദന അനുഭവിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ചില അനുകരണങ്ങൾ. അതുപോലെ ഉദാഹരണം ഇന്നലെ ഉണ്ടായ സംഭവങ്ങളാണ്. അവിടെയൊക്കെ അടിച്ചു പൊളിച്ച് വീണ ജോർജിന്റെ പ്രശ്നം വന്നപ്പം അപ്പൊ ആരെങ്കിലും ഒരാളൊന്നും മിണ്ടി കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്നില്ല. അത് പാർട്ടി ഉൾപ്പെടുന്ന ഇവർക്കൊക്കെ മനുഷ്യനും കുടുംബങ്ങളും വീട്ടിലുള്ളവരല്ലേ. ഇവരെന്തൊക്കെയാ കാണിക്കുന്ന ഈ കേരളത്തില്? ജീവിക്കാൻ തന്നെ നാണം കെട്ട ഒരു കേരളമാകുന്നു. ഒരു പകുതി ഒരു മൂന്നിലൊരു ഭാഗം വരെ വ്യക്തമാണ് അഭിപ്രായം. അപ്പോൾ വളരെ കൃത്യമാണ്. ഓക്കെ, അപ്പോൾ എന്നോട് അന്യഗ്രഹ ജീവി പറയുന്നത് കോടതികൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള കാലമെല്ലാം കഴിഞ്ഞു. ഇന്ന് കേന്ദ്രം പറയും അതനുസരിച്ച് കോടതി വിധികൾ മാറും എന്നൊക്കെയാണ് പറയുന്നത്. അത് ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ നമ്മുടെ കോടതികൾക്ക് അതിൻ്റേതായ ഒരു സാങ്ക്ടിറ്റി ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ജുഡീഷ്യറിക്കകത്ത് തന്നെയുണ്ട്. ജുഡീഷ്യറിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അന്യഗ്രഹജീവിയോട് ആ അഭിപ്രായം ഞാൻ യോജിക്കുന്നില്ല. ബിജോ ജോസഫ് എന്നോട് പറയുന്നു മാറുന്ന ലോകം ഇത് ജെൻസിയുടെ ട്രെൻഡാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഷിജു ലെറ്റ്സ് ടുഡേസ് ടോപ്പിക് മേ യുണൈറ്റ് ഓൾ കേരളൈറ്റ്സ് ആസ് എ പ്രിക്കോഷൻ എന്ന് എന്നോട് പറയുന്നു. മുഖം മൂടി ഇടുന്നത് പ്രൊഫഷണൽ മര്യാദ, പിന്നെ അയാൾക്ക് ഒരു കുടുംബം ഉണ്ടല്ലോ എന്ന് അക്യൂറസ് പറയുന്നു. ഓക്കെ, പൊതുസമൂഹത്തിൻ്റെ സദാചാര കണ്ണ് വെച്ചോ മതത്തിൻ്റെയോ ഭരണഘടനയുടെയോ നിയമം എഴുതി വെച്ചോ നിയന്ത്രണ വിധേയമാക്കാവുന്ന ഒന്നല്ല ലൈംഗികത. രണ്ട് കൺസെൻറ്റിങ് എഡൽസ് തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങോട്ട് നുഴഞ്ഞു കയറണം എന്ന് എന്നോട് കലിപ്പൻ ചോദിക്കുന്നു. അപ്പോൾ അരുൺ എന്നോടൊപ്പം കാക്കനാട് നിന്ന് ചേരുകയാണ്. അരുൺ, അപ്പോൾ എന്നോട് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ മുരളീധരൻ നായർ MN, അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളുമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 20 വർഷം മുമ്പ് എൻ്റെ ഓഫീസിലൊരു സഹപ്രവർത്തകൻ്റെ കൂട്ടുകാരൻ കോഴിക്കോട് നിന്ന് വന്നിരുന്നു. അയാൾ തിരുവനന്തപുരത്ത് വരുന്നു, ഈ തൊഴിലിനായിരുന്നുവെന്നും പറയുന്നു. അപ്പോൾ ഇത് ഒക്കെ എങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ആളുകൾ പങ്കുവെക്കുകയാണ്. അരുണിനെ ഇത് ഞെട്ടിക്കുന്നുണ്ടോ? അരുൺ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ ഇതൊരു ഇപ്പൊ ഈ പറഞ്ഞ സംഭവം ഇതിപ്പോ വലിയ ഒരു വിഷയാക്കേണ്ട സംവിധാനമല്ല. കാരണം യൂട്യൂബില് കുറെ ഫ്ലോവേഴ്സ് മറ്റേ ബ്ലോഗർമാര് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ചാനൽ ചർച്ചയിലും ഒക്കെ വന്നേക്കുന്നത് കൂടുതലും ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് സമൂഹത്തിന് എന്തോ വലിയ സന്ദേശം നൽകുന്ന രീതിയിലാണ് അവരുടെ ഓരോ യൂട്യൂബർമാരും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവം. ഇതിപ്പോ ഒരു പുരുഷ ലൈംഗിക തൊഴിലാളി എന്ന് പറയുമ്പോഴത്തേക്കും അതിനേക്കാൾ ഉപരി സ്വന്തം ഭാര്യയെ വരെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കണ ഭർത്താക്കന്മാരുള്ള ഒരു സംവിധാനമുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ നോക്കി അറിയാൻ പറ്റും. അപ്പൊ ഇതൊരു ഇത്തരം ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ളത്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗോപകുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, ഒരു സാംസ്കാരിക പാരമ്പര്യം ഉള്ളൊരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമ്മൾ പറയാറുണ്ട്. മലയാളികളും ഇത് പല ഘട്ടങ്ങളിലും ഉയർത്തിപ്പിടിക്കാറൊക്കെ ഉള്ള ഒന്നാണ്. സദാചാര ബോധം ഒരു കാലത്ത് കേരളത്തെ വല്ലാതെ പിടിച്ചു മുറുക്കിയിരുന്ന ഒരു നാടാണ്. ഇപ്പോൾ ലിബറലിസമൊക്കെ കുറേയൊക്കെ വന്നെങ്കിലും ഇത്ര കണ്ടിത് ഇങ്ങോട്ട് പോകും എന്ന് ഗോപകുമാർ ധരിച്ചിരുന്നു? നമസ്കാരം. നമസ്കാരം. 2 ദിവസമായിട്ട് കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇന്നലെ നടന്ന കിരൺജിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഇതിനെ പറ്റി പറയാം. ഞാൻ അതിന് ഉത്തരം പറയാണ്ട് പോകാൻ കഴിയാത്ത കാരണം കൊണ്ട് അന്യഗ്രഹ ജീവി എന്ന് പറഞ്ഞിട്ട് ഒരാള് വിളിച്ചതായിട്ട് തോന്നി. അയാളുടെ പേര് പറയാൻ മടി കാരണം കൊണ്ടാവും അന്യഗ്രഹ ജീവി എന്നൊരു വാക്ക് അയാൾ വെച്ചിട്ടുണ്ടാവുക. അത് പറഞ്ഞിരിക്കുന്നത് മറ്റേ നിയമത്തിന്റെ വഴിയൊക്കെ മാറി സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ മാറി കേന്ദ്രം പറയും, കേരളം കേൾക്കുക, കേന്ദ്രം പറയും. അത് വേറൊരു വിഷയം. അത് നമ്മൾ കോടതിയെ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് പോട്ടെ. ഈ വിഷയത്തിലേക്ക് അങ്ങേക്ക് എന്തെങ്കിലും ഞാനല്ല പറഞ്ഞു. ഞാനത് ഇന്നലെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. സിംഗിൾ ബെഞ്ചിന് പോയി കഴിഞ്ഞാൽ ഇത് നടക്കൂല, നാളെ ഇത് ഓപ്പൺ ആവില്ലേ കിരൺജി എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു. അത് പോട്ടെ, അത് വേണ്ടിട്ട് പറയാം. അത് വിടാം.
ഈ കാര്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അനീഷ കൊല്ലം, ആൻസി അടിമാലി ഇവരൊക്കെ ഈ പരിപാടിയിൽ ഇങ്ങനൊരു സബ്ജക്റ്റില് പ്രതികരിച്ച് കണ്ടില്ലേ? അപ്പൊ ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്നമാര് അങ്ങനെ സിമ്പിൾ ഒന്നല്ല. നിങ്ങൾ പത്രപ്രവർത്തനാണ്, നമുക്ക് എല്ലാം അറിയും. പത്രപ്രവർത്തകനായ കാരണം കൊണ്ട് നമുക്ക് കേരളത്തിലോ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയും എന്ന് ധരിച്ചിരുന്ന ഇതിന് മാറ്റം വന്നില്ലേ ഇപ്പോ? അതന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഇത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകനാണെന്ന് താങ്കൾക്ക് അറിയാലോ. അപ്പൊ ഒരുപാട് ആൾക്കാർ എന്താ പറഞ്ഞത്, സ്ത്രീയും കല്യാണം കഴിക്കുക. ഇപ്പൊ ഒരു ട്രെൻഡാണ് അത്, ജെൻസി. അതിന്റെ പേര് ജെൻസി. അത്ര സ്ത്രീയും കല്യാണം കഴിക്കുക. അതിൽ എന്താ ഒരു ഗുണം? ജെൻസി എന്നുള്ളത് അതിന്റെ പേരല്ല. ജെൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ 95 ശേഷമുള്ള ജനറേഷൻ സെഡ് ആണ്. നമ്മളൊക്കെ ശ്രീ ഗോപകുമാറും ഞാനും ഒക്കെ ജനറേഷൻ എക്സ് ആണ്. അപ്പോൾ ഇത് ജനറേഷൻ സെഡ് ആണ്. 70കളിൽ ജനിച്ച് നമ്മളൊക്കെ ജനറേഷൻ എക്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് സെഡ് ആണ്, അത്രേ ഉള്ളൂ. അതാണ് ഈ ജെൻസി. സ്ത്രീകളിലും അത് വേറെ സംഭവം. ട്രെൻഡ് അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പൊ എങ്ങനെ അറിയോ? ഇപ്പൊ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം എങ്ങനെയെങ്കിലും കുറുക്ക് വഴിയിൽ പണം. ഇപ്പൊ ഒരുപാട് തൊഴിലാളികൾ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് മൂപ്പരെ വിളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നല്ലേ പറയേണ്ടത്. ഇപ്പൊ വേറൊരാള് നേരത്തെ പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ആർട്ട്, മൈ ഡോട്ടർ ഈസ് ആൻ ആർട്ടിസ്റ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ട് പറഞ്ഞു. അത് നോക്കൂ, ആലോചിച്ച് നോക്കൂ. അതിന്റെ അർത്ഥം ഒന്ന് വിശകലനം ചെയ്ത് നമുക്ക് മനസ്സിലാവില്ലേ? പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ആർട്ട്, മൈ ഡോട്ടർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. അതിലെ അങ്ങനെ ഒരു കവി പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് മൂപ്പർ പറഞ്ഞ കാരണം കൊണ്ട് ഇതിൽ കേട്ടതാണ്. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത്രയും കാലം ഞാൻ എന്റെ അറിവിൽ ഞാൻ ഇത് പഠിച്ചിട്ടില്ല. ഞാൻ അത് നോട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാം. ആരാത് എഴുതിയെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരാൾ പറഞ്ഞാണ്. അതെ, ശരി. അപ്പൊ അങ്ങയുടെ അഭിപ്രായം ഏതായാലും കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഗോപിചന്ദ്രൻ കൂടിയുണ്ട്. അപ്പൊ ഏതായാലും അങ്ങയുടെ പ്രതികരണത്തിന് നന്ദി. ഗോപിചന്ദ്രൻ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്. ഹലോ സർ. ഹലോ. നമസ്കാരം. ഗുഡ് ഈവനിങ് സാർ. ഇത് ഈ പറഞ്ഞ ഒരു വിഷയം മനുഷ്യൻ ജനിച്ച കാലം മുതലേ ഇങ്ങനെ ആവശ്യമുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാ ആൾക്കാരുടെയും ശാരീരിക ബലവും മാനസിക ബലവും ഒരുപോലെയല്ല. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഡെഫിഷ്യൻസി ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് വരുന്നൊരു കുട്ടിക്ക് അതിൻ്റെതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും സഹിക്കാനും ശ്രമിക്കാനും കൂടെ സഹിക്കാനും വളരെ കുറവാണ്. പക്ഷെ അവിടെ വരുന്ന ആ ഡെഫിഷ്യൻസിയാണ് ഇതിനൊക്കെ കാരണം എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു ബലമില്ലാത്ത പിള്ളേരാണ്. ഒരു 30% പോലും അവർക്ക് ആരോഗ്യ ബലമോ കായിക ബലമോ മാനസിക ബലമോ ഇല്ല. അവരെല്ലാം പലതിനും അടിമയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇതിനൊരു സാധ്യത തെളിയുന്നത്. ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഈ വായിക്കുന്നതും കേൾക്കുന്നതുമായിട്ട് നമുക്കിത് മനസ്സിലാക്കേണ്ടി വരും ഇങ്ങനെ. അതാണ് എൻ്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. കൂടുതൽ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ അവരിലേക്കൊക്കെ മടങ്ങി വരാം. ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക്. ഭാഷകളിൽ യെസ്, അപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ശ്രീമതി ശാന്തകുമാരി. അവരൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവർ എനിക്ക് എഴുതുന്നത്, ഹായ് മനു, ഹോപ്പ് യു ആർ ഫൈൻ, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് ടോപ്പിക് എന്നാണ്. അത് ഒരു റിട്ടയർഡായ പഴയ തലമുറയിലുള്ള പല ആളുകൾക്കും ഇത് ഒട്ടും മനസ്സിലാകാത്തൊരു സാധനമാണ്. എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോൾ നമുക്ക് ഏതായാലും പുതിയ തലമുറയിലെ ആളുകൾ ആരെങ്കിലും വരുമോ നോക്കാം. സച്ചിൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സച്ചിൻ കേൾക്കാമോ? എനിക്കൊന്ന് സച്ചിനിലേക്ക് ഞാൻ മടങ്ങി വരാം. ടെലിഫോണിൽ എന്തോ പ്രശ്നം. ശ്രീ രാജൻ. നമസ്കാരം ശ്രീ രാജൻ. ഞാൻ ഈ ടെലിവിഷൻ അഭിമുഖം കേട്ട് ഞെട്ടി. പക്ഷേ ഇപ്പം പല ആളുകളും പറയുന്നത് ഇത് ഞെട്ടാൻ മാത്രമൊന്നും ഇല്ല, ഇതൊക്കെ കേരളത്തിലുമുണ്ട്, ഇത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇത് ഞെട്ടിക്കുന്നൊരു വാർത്തയല്ലേ പക്ഷേ ശ്രീ രാജൻ? അല്ല, ഇത് പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലർ ആഗ്രഹിക്കുന്നത് പുരുഷബന്ധമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. ഇപ്പോ ഇങ്ങനെ നടക്കുമ്പോ അത് ഇങ്ങനെയായിട്ട് പോകുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഓരോരുത്തർ പീഡനം, ഒരു 12 വയസ്സായ ആൺകുട്ടിയെ, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. ചിലർ അങ്ങനെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. പിന്നെ ഞാനിത് ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഇപ്പൊ നമ്മുടെ ചാനൽ ചർച്ചയിൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റി മനസ്സിലാവുന്നത്. ഇങ്ങനൊരു വിഷയമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരവരുടെ വഴിയായിട്ട് പോട്ടെ. അതുകൊണ്ട് ഇപ്പൊ ഒരു പറ്റം ജനങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് അതിനോട് എതിർപ്പൊന്നുമില്ല. അത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള. പക്ഷെ ഞാൻ എൻ്റെ ഒരു ചോദ്യം അതല്ല. ഈ നമ്മള് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വലിയ സാംസ്കാരിക പൈതൃകമൊക്കെ അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത്
അല്ലെങ്കിൽ കേരളത്തിൽ വലിയ ഇപ്പോൾ ഈ അടുത്ത് സദാചാര ബോധം പുരുഷനും സ്ത്രീയും തമ്മിൽ സംസാരിച്ചാൽ അവിടെ പിടിച്ചു നിർത്തി ഒരു സ്ഥലം ഇപ്പോഴും കേരളത്തിലുണ്ടല്ലോ സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഇതുപോലുള്ള കഥകൾ വരുന്നത് എന്ന് പറയുമ്പോൾ അതാണ് എന്നെ. അതിനിപ്പോ സിമ്പിളായിട്ട് ഒരു കാര്യം പറയുള്ളൂ. നമ്മളൊരു 15-20 വർഷം ബാക്കിലേക്ക് 25 വർഷം ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കൂ. പഴയ കാലത്ത് മാറുമറയ്ക്കാൻ സമരം നടത്തിയ ചരിത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് മാറ് തുറന്നിടാൻ സമരം നടത്തുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്, സ്ത്രീകളായാലും. അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അന്ന് മാറുമറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടിയെങ്കിൽ ഇന്ന് മാറ് തുറന്നിടാൻ വ്യഗ്രത കാണിക്കുന്ന ജനങ്ങളുണ്ട്, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ വ്യത്യസ്തമായ ആൾക്കാരുണ്ട്, അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ലൈംഗിക വിഷയവുമായിട്ട് പുരുഷന്മാരായിട്ട് മിങ്കിൾ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളുണ്ട്. അതിലൊക്കെ നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാരാണ് മാറി നിന്ന് അത് ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത്രയാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ശരി വരികയാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ദർ ഈസ് എൻ ആക്ടർ നെയ്മഡ് ഓക്കെ, എന്തൊരു ആക്ടറെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സദാശിവൻ നായർ പറയുന്നു, ഹായ് മനു, ഇന്നത്തെ വിഷയം എനിക്ക് അത്ര പരിചയമില്ലെന്ന് പറയുന്നു. ഓക്കെ, ഷീല പറയുന്നു പൊതുവേദിയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എടുക്കരുതെന്നാണ്. നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ എന്നെ ഞെട്ടിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പൊതുവേദിയിൽ ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം നമ്മളെല്ലാ ദിവസവും ഒരു വിഷയം എടുക്കുന്നു, അതിൽ CPM-കാർ വന്ന് BJP-ക്കാരെ ചീത്ത പറയുന്നു, BJP-ക്കാർ CPM-കാരെ ചീത്ത പറയുന്നു, അവരെ രണ്ടുപേരെയും BJP-ക്കാർ വന്ന് ചീത്ത പറയുന്നു, കോൺഗ്രസ്സുകാർ ചീത്ത പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിലുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ നടത്തുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ മറ്റൊരു വശത്ത് നമ്മളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹ മാധ്യമങ്ങളിൽ മറ്റ് ചില കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം നമ്മൾ അങ്ങേയറ്റം അതിൽ നിന്ന് അരികുവൽക്കരിക്കപ്പെട്ട് പോകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ചില ദിവസങ്ങളിൽ ശ്രീമതി ഷീല ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തത്. അപ്പോൾ ചിലർക്ക് നെറ്റി ചൊളിച്ചു, പക്ഷേ മറ്റു ചിലർ വലിയ തോതിൽ അതിൽ പ്രതികരണങ്ങളുമായി വരുന്നുണ്ട്. അപ്പോൾ പ്രദീപ് പെരിയനാടിൽ നിന്നാണ് എന്നോട് ഒപ്പം ചേരുന്നത്. പ്രദീപ്, അതിനു മുമ്പ് എന്നോട് അക്വറിയസ് പറയുന്നത് ഡിവേഴ്സ് ആയവരോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവരോ പങ്കാളി രോഗബാധിതയായ ആളുകളോ ഇതുപോലുള്ള വഴികൾ തേടിയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇപ്പോൾ മൂന്നാം കക്ഷി ഇടപെടൽ ഇല്ല, അതായത് നിയമവിരുദ്ധമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ന്യൂ തിങ്കർ പറയുന്നത് ഇൻ സം കോൺസെപ്റ്റ് ദ ഫസ്റ്റ് ജോബ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് വാസ് അഗ്രികൾച്ചർ ആൻഡ് ദ സെക്കൻഡ് ജോബ് ഈസ് അസ്യൂംഡ് ആസ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ എല്ലാത്തിലും നമ്പർ 1, കപട സദാചാരത്തിലും നമ്പർ 1 എന്ന് പറയുന്നു. ശശിധരൻ പിള്ള പറയുന്നു പാതിര നേരം സൂര്യൻ ഉദിച്ചാൽ അപ്പോഴറിയാം മാന്യന്മാരും മാന്യകളും ആരൊക്കെയാണെന്ന്. അപ്പോൾ സോ ഫാർ നൺ ഓഫ് ദീസ് ഓക്കെ അവിടെ വരുന്നു. അപ്പോൾ പ്രദീപ് കേൾക്കാമോ? പ്രദീപ് സാർ, തെന്നാട്ട പ്രദീപ് സാർ, ഞാൻ കുറച്ച് ദിവസം വിളിച്ചില്ല, ഉത്സവ കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിക്കാൻ പറ്റിയില്ല. എന്ത് പറ്റി, തിരക്കിലായിരുന്നോ? തിരക്കിലായിരുന്നു ഞാൻ വിളിച്ചതേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാനുള്ള ഒരു കാര്യം. സാറേ, ഞാൻ ഈ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കണം. സാറേ, നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളും ഈ വേശ്യാലയം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് സർക്കാർ അംഗീകാരത്തോടു കൂടിയുള്ള സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന പരമാവധി അക്രമങ്ങളും കുട്ടികളോടും സ്ത്രീകളോടുള്ള അക്രമങ്ങളൊക്കെ അവസാനിക്കും. മറ്റ് സംസ്ഥാനങ്ങൾ സാറേ എടുത്തു, ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ വേശ്യാലയം സർക്കാരിന്റെ ഒരു അനുവാദത്തോടെ അതിന്റെ ചികിത്സയും കാര്യങ്ങളും അതിന്റെ മറ്റു നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഈ കേരളത്തിൽ ഇതിനോടനുബന്ധിച്ച് ഈ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സംവിധാനം ഈ കേരളത്തിൽ കൊണ്ടുവന്നൂടെ? പിന്നെ ഈ സുപ്രീം പക്ഷേ ഇത് വലിയ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല പ്രദീപ്. ഞാൻ ഇത് സംബന്ധിച്ച് ചില പഠനങ്ങൾ നടത്തുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഈ വേശ്യാലയങ്ങളിൽ എത്തിക്കുന്നവർ ആയ കുട്ടികളുണ്ടല്ലോ, അവരെ ക്രൂരമായ ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്നാണ് അവിടെ ഡംപ് ചെയ്യുന്നത്. അവരെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച് അവിടെ കൊണ്ടെത്തിക്കുന്നവരുണ്ട്. വീട്ടിൽ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് വാങ്ങിച്ച് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒടുവിൽ മൂർഖൻ പാമ്പിനെ വരെ ഉപയോഗിച്ച് ഭയപ്പെടുത്തിയാണ് ഈ ലൈംഗിക വൃത്തിക്ക് ആദ്യം തയ്യാറാക്കുന്നത്. പിന്നീട് അവർ നേരിടുന്ന മാനസികവും ശാരീരികവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. അവരുടെ കുട്ടികളെ പുനരധിവസിപ്പിക്കുക എന്നത് അതിനേക്കാൾ വലിയൊരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത് നിന്ന് ഡൽഹിയിലും ബോംബെയിലുമൊക്കെ പല സന്നദ്ധ സംഘടനയുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭംഗിയല്ല സത്യത്തിൽ ആ തെരുവിനെക്കുറിച്ച് പഠിച്ച മനുഷ്യർക്കുള്ളത്. നമ്മളിപ്പോൾ ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ലോകത്തെ എല്ലാ അച്ഛനും ആഗ്രഹിക്കുന്നത് എൻ്റെ മകൾ ഒരു ഡോക്ടറാകണം, ചലച്ചിത്ര താരമാകണം, ഗായികയാകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ പട്ടാള മേധാവിയാകണം. ഇങ്ങനെ ഒട്ടുപറഞ്ഞ് സ്വപ്നങ്ങൾ കാണുന്ന ഒരച്ഛൻ പോലും എൻ്റെ മകൾ ഒരു നല്ല വേശ്യയാകണം എന്ന് കാണില്ല. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയും ഞാൻ വളർന്നു വലുതായ ഒരു നല്ല വേശ്യയാകണം എന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളിയാകണം എന്ന് ആഗ്രഹിച്ച് വരുന്നില്ല. അപ്പോൾ അവരെ ഈ
സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഒരു ദുരന്തമാണ്. ആ ദുരന്തം ഒഴിവാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അല്ലാതെ അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയാണോ എന്നതിനെക്കുറിച്ച് പലരും എന്നോട് ചോദിക്കും. ഞാൻ അതിനെ അംഗീകരിക്കില്ല. അതാണ് അതിലെ കാര്യം. ഓക്കെ, ശരി. ഹലോ സാറേ, അതിന്റെ ബോധവൽക്കരണ ക്ലാസുകളും കേരളത്തിൽ ഒരുപാട് അക്രമങ്ങളും പിന്നെ അഴിമതി ഇതും ഒരു അക്രമമാണ്. ഈ എന്താ പറയുക, ഈ ലൈംഗിക തൊഴിലിനായി എത്തുന്ന സ്ത്രീയും ആ പുരുഷനോട് അല്ലെങ്കിൽ പുരുഷനായാലും ആ സ്ത്രീയോട് ഒരു താല്പര്യമില്ലാതെയാണ് അവിടെ ചെല്ലു പോകുന്നത്. അത് മറ്റൊരു തരത്തിലൊരു ബലാത്സംഗമാണ്. പക്ഷേ അത് അവരതിന് തയ്യാറാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് അവർ ആഗ്രഹിക്കുന്നു, പല ആവർത്തി അവരതിന് തയ്യാറാവുകയാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരത് സന്തോഷത്തോടു കൂടി ഞാനിതാ ഇങ്ങനെ ഒരു ഉന്നതിയിൽ എത്തിയിരിക്കുന്നതെന്ന് കരുതി ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം അപ്പം ഇതെന്ന് പറയുന്നത് ഒരാളെ കുത്തിക്കൊല്ലുന്നു, അപ്പോൾ അതിന് പകരം കുത്തിക്കൊല്ലാനായി നമുക്ക് കുറച്ച് ആളുകളെ ഇപ്പുറത്ത് മാറ്റി വെച്ച് വെക്കാം. ഒരാളെ ആക്രമിക്കുന്നു എങ്കിൽ ആക്രമിക്കാനായി കുറേ പേരെ ഇങ്ങോട്ട് കൊടുക്കാം എന്ന് പറയുന്ന ഒരു ലോജിക്കായിട്ട് എനിക്കിതിന് തോന്നുന്നുള്ളൂ. അങ്ങയുടെ അഭിപ്രായം നിലനിർത്താൻ കേട്ടോ, പക്ഷേ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഇതിനെപ്പറ്റി പഠിച്ച ആളുകൾ നൽകിയ വിവരണങ്ങൾ കേട്ട് ഞാൻ എത്രയോ മണിക്കൂറുകൾ തന്നെ സ്തബ്ധനായി നിന്ന് പോയിട്ടുണ്ട്, കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരെ ക്രൂരമായി വേട്ടയാടുന്ന മൃഗങ്ങളെപ്പോലെ പിടിച്ചുകൊണ്ടുപോയി കൂട്ടിലിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്ന രീതിയാണ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ ഇതിനെപ്പറ്റി അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് അറിഞ്ഞത്. ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ സന്നദ്ധ പ്രവർത്തകർ ഇവർക്കിടയിൽ ഇവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ കുട്ടികളും ആ മനുഷ്യരും നേരിടുന്ന മാനസികമായ ഒറ്റപ്പെടലും അതിന് അപ്പുറത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഒരു മഹാദുരന്തമാണ്, തീച്ചൂളയാണ്. അതിലേക്ക് ഒരു സ്ത്രീയും പോകാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങ് അതെങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു പാതാളത്തിലേക്ക് ഒരു സ്ത്രീയും പോകാത്തൊരു ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഓക്കെ, ജയരാജൻ കടമ്പഴി, അങ്ങ് അഭിപ്രായം മാറ്റില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് വരുന്നില്ല. ജയരാജൻ കടമ്പഴിപ്പുറത്തുനിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ജയരാജൻ, കാടാമ്പുഴ. ഓക്കെ, കാടാമ്പുഴ. ജയരാജൻ കാടാമ്പുഴ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. യെസ്, നമസ്കാരം. നമസ്കാരം സാറേ, എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, കിട്ടിയിരുന്നില്ല സാറേ. കിട്ടിയിരുന്നില്ല, നല്ല തിരക്കായിരുന്നല്ലോ. പിന്നെ ഇന്നത്തെ ഈ വിഷയം എടുത്ത് തീർച്ചയായിട്ടും സാറേ നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചിലർക്ക് അതിന് നന്മയുണ്ടാവും, ഒരു ഭൂരിപക്ഷം അതിന് തിന്മയാവും. എന്തായാലും നന്മയും തിന്മയും നമ്മൾ ചർച്ച ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മൾ അടച്ചു വെക്കാൻ പാടില്ലല്ലോ. ഇന്ന് ചർച്ചയിൽ ഞാൻ ശ്രദ്ധിച്ചത് കാരണം ഒരുപാട് വനിതകൾ നമ്മുടെ ഈ ചർച്ചയിലേക്ക് കടന്നു വന്നെന്നുള്ളതാണ്. അത് നമ്മൾ ജയരാജ് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ രാഷ്ട്രീയ വിഷയങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ സ്ഥിരം ആളുകൾ തുടരെ വിളിച്ച് രാഷ്ട്രീയ വിഷയത്തിൽ ഒരു നിലപാട് അവർക്ക് നേരത്തെ ഉണ്ട്, അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി അത് തീരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നത് അവർക്കിതിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വിളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു അത് മറ്റാളുകളെ കൂടി ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെന്ന്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണല്ലോ. അത് ഒരു ചർച്ച എന്ന് പറയുമ്പോൾ സാറേ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ചിലർക്ക് അത് താല്പര്യം ഉണ്ടാകുന്നില്ല, പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇതിന് താല്പര്യമുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് ചർച്ചയിൽ വരാത്ത വനിതകൾ ചർച്ചയിലേക്ക് കടന്നു വരുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നു. പലരും ധീരമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നു. ധീരമായ അഭിപ്രായങ്ങളെ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇന്നത്തെ ചർച്ച തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ചർച്ച തീർച്ചയായിട്ടും മനു സാറേ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക സാറേ, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾക്ക് കുറച്ച് ഏജ് ആയി പോയതാണ്. നമ്മളൊക്കെ ഇപ്പോഴാണ് അത് അറിഞ്ഞു വരുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ അഡിക്റ്റായി തീർന്നിരിക്കുന്ന ഒരു വലിയൊരു സമൂഹം തന്നെ ഇവിടെ നമ്മളെ ഉണ്ട്. കാരണം എനിക്കിപ്പം സാറിന് അറിയാമല്ലോ, സുഖമില്ലാതിരിക്കുന്നവരാണ്. അപ്പൊ ഇതിനു മുമ്പാണെങ്കിലും ഞാൻ 2-3 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ഈ രാഷ്ട്രീയത്തിലാണെങ്കിലും അതുപോലെ മറ്റുള്ള ഈ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിലൊക്കെ ആണെങ്കിലും ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു വിഷയം എനിക്കൊരു പ്രാവശ്യം ചർച്ച വന്നു. അത് എന്റെ ഒരു സുഹൃത്തിന്റെ മകനാണ്, 26 വയസ്സേ ഉള്ളൂ. അവന് 20 ക്ലൈന്റ് ആണ് അന്നിനോട് സംസാരിച്ചത്. 20 ക്ലൈന്റ് ആണ്. ഒരു വ്യക്തിയുടെ അടുത്ത് പോയി കഴിയുമ്പോൾ ഇവന് കിട്ടുന്ന ഫുഡ് അന്നത്തെ സമയത്ത് 3 വർഷം മുമ്പാണ് 7,500 റുപ്യാണ് ഒരു 12 മണിക്കൂറിനുള്ളിൽ ഇവന് കിട്ടുന്നത്. ഇത് വരുന്നതോ സാറേ, അത് പറയാൻ നമുക്ക് ഒരു വലിയൊരു മടിയുണ്ട്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അവരുടെ ഭാര്യമാരാണ് ഇവരുടെ ക്ലൈന്റ്. എന്നിട്ട് ഈ വിവരം ഈ ഭാര്യമാര് വിളിച്ചിട്ട് ഭർത്താവിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ സാറേ നമ്മുടെ ഒരു പോക്ക്. അതിലവർ ആനന്ദം കൊള്ളുകയാണ്. ഇവനെ പറ്റി പൊക്കി പറയുക, ഭർത്താവിന്റെ അടുത്ത് പൊക്കി പറയുക, ഭർത്താവ് അതിനെ അനുകൂലിച്ച് ഇങ്ങോട്ട് സംസാരിക്കുക. അപ്പം ഇതൊക്കെ നമുക്ക് നടക്കുന്നതാണ്. ചെറിയൊരു ഭാഗത്ത് ഒരു ലൈംഗിക അരാജകത്വം
നാട്ടിൽ ഉണ്ട് എന്നതാണ് സൂചന നൽകുന്നത്. ലൈംഗിക ദാരിദ്ര്യമുണ്ട്, അരാജകത്വമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും സാറേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരണം എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാഷ്ട്രീയം ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ചടപ്പുണ്ടാകും. നമ്മളത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കാണല്ലോ മനസ്സിൽ. ഇന്ന കാര്യം വരുമ്പോൾ ഇന്ന് നമുക്ക് തുറന്നടിക്കാന്ന് പറയാമല്ലോ. ഇതിപ്പോ നമ്മൾ ആലോചിച്ചാണ് സംസാരിക്കുക. അപ്പം തീർച്ചയായിട്ടും മനസ്സാറെ അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് വേണുഗോപാൽ എന്നോട് പറയുന്നത് 12 മണി കഴിഞ്ഞ് 2K പിള്ളേർ ഭക്ഷണം കഴിക്കുന്നത് പോലും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പോഴിങ്ങനെ നടന്നു എന്നതിൽ അത്ഭുതം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വേണുഗോപാൽ പറഞ്ഞ ആ കാര്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ കുറേ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അപ്പോൾ അവരെ എങ്ങനെയോ പൊയ്ക്കോട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അതിലേക്ക് എന്തിനാണ് എത്തി നോക്കുന്നത്? ആവശ്യമുള്ളവർ പോയി ചെയ്യട്ടെ. നിങ്ങൾ സദാചാരം വിളമ്പി നടക്കുന്നുവെന്ന്. ഞാൻ സദാചാരമൊന്നും വിളമ്പി നടക്കുന്നില്ല. ആളുകൾ സദാചാരം മുറുകെ പിടിക്കണമെന്നും എനിക്കില്ല കേട്ടോ. കേരള ഹിറ്ററാണ് അത് എനിക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ കേരള ഹിറ്ററോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് സദാചാര ബോധമൊന്നുമില്ല. ഞാൻ ഈ നാടിൻ്റെ തകരുന്ന എന്താ പറയുക ആളുകളുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അതിനൊക്കെ നമുക്ക് ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാറ്റാനൊക്കെയുള്ളൊരു ശ്രമം ഉണ്ടാകണം എന്ന ഒരു വിഷയത്തിലേക്കാണ് ഞാൻ എൻ്റെ ചർച്ച മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആളുകളുടെ തകരുന്ന കുടുംബ ബന്ധങ്ങൾ, തകരുന്ന വ്യക്തിബന്ധങ്ങൾ, ഇതൊക്കെ പുനഃസൃഷ്ടിക്കാത്തത് ഇതിനൊരു കാരണമാകുന്നു എന്നതാണ് പലരും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു സദാചാരത്തിൻ്റെ മാത്രം പ്രശ്നം അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സതി ബാബുരാജിന് നമസ്കാരം മനു. ഇറ്റ് ഇസ് കലികാല വൈഭവം. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദിസ്. അവർ കൾച്ചർ ഇസ് ഡിക്ലൈനിങ്. ഐ എം എഫ്രൈഡ് അവർ ജനറേഷൻ. ഐ വോണ്ട് വസുദേവ കുടുംബകം എന്ന് പറയുന്നത്. വസുദേവ കുടുംബകം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരു കുടുംബം എന്ന അർത്ഥത്തിലാണല്ലോ നമ്മൾ വസുദേവ കുടുംബകം എന്ന ശശിധരൻ പിള്ളയ്ക്ക് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിക്ക് ഈ ടോപ്പിക്ക് എടുത്തത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയാത്ത ടോപ്പിക്ക് എടുത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാ കാര്യത്തിലും അഭിപ്രായം പറയണമെന്നില്ല ശ്രീ ശശിധരൻ വയലാർ. ഇത് വേറെ വിഷയമുള്ള ഇത്തരം കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ട് മനസ്സിലാക്കി എത്രയോ പുതിയ ആളുകൾ വിളിച്ചില്ലേ. അപ്പോൾ അവർക്കും ഇതൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ശിവദാസൻ ബാലരാമപുരത്ത് എന്നോടൊപ്പം ചേരുന്നു. ശിവദാസൻ നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായി സാറിന് ഈ പൊതുവേദി കൂടി ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ കഴിവ് കാണിച്ചതിലും അത് ഈ ന്യൂസ് 8 അനുവാദം തന്നതിലും ആദ്യം ഞാൻ നന്ദി അറിയിക്കുന്നു സാർ. ഇത് കാരണം ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുള്ളവരാണ്. പക്ഷേ അതിനേക്കാളും 100 മടങ്ങ് ആ പുരുഷന്മാരും സ്ത്രീകളും ഒരേ ഇത് സെക്സിന് വേണ്ടി വ്യവസായമായി നടക്കുന്നുണ്ട്. അത് പ്രായമായവരുമുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. കൊച്ചു കുട്ടികളെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കാണുന്നുണ്ട്, നമ്മളെ നിയമം പിടിക്കുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഇത്രയും ലൈംഗിക തൊഴിലാളികൾക്കും ആണിനും പെണ്ണിനും ഇത്രയും വളർത്തിയെടുത്തത് ഇന്ത്യൻ ഭരണഘടനയെ മറച്ചു വെച്ചുകൊണ്ട് കാലകാലങ്ങളിൽ ഭരണ രാഷ്ട്രീയ പാർട്ടികള് പാർലമെന്റ് ഹൗസ് കൂടിയിട്ട് അത് സുപ്രീം കോടതി ചെയ്ത് നിയമങ്ങൾ വയ്ക്കും. ആ ഇളവ് കൊടുത്തതിന്റെ പ്രതിഭാസമാണ് സാർ ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. പൊതുവേദിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തിരുത്താറുണ്ട്. എന്തെങ്കിലും തെറ്റായ ലൈംഗിക ക്ഷമ വന്നാൽ പോലും സാറും തിരുത്താറുണ്ട്. അത് നമുക്ക് അനുഭവങ്ങളാണ്. പക്ഷെ ഇത് എടുത്തിട്ടത് പണ്ടേ സരമഞ്ജന സിനിമ ഉണ്ട്. ജയന്റെ പടത്തിലെ ഷീല ഒരു ഭർത്താവ് കിടക്കുമ്പോൾ അദ്ദേഹം ആരോഗ്യത്തിന് വേണ്ടി സ്വത്തും ഭാവവും കണ്ട് ഇദ്ദേഹം സ്നേഹിക്കുകയും അവസാനം ആ കുടുംബം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ അതല്ല ഇന്നത്തെ വിഷയം. ഇന്ന് 12, 10, 15 പിള്ളേർക്ക് അവര് 500, 5000 രൂപ 10,000 രൂപ മൊബൈൽ വാങ്ങാനും ഡ്രസ് വാങ്ങാനും ഈ കയ്യിലിരിക്കുമ്പോൾ അച്ഛനന്മാർ ശ്രദ്ധിക്കുന്നില്ല. 6,000, 7,000 രൂപയ്ക്ക് ജോലി സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങ് പറഞ്ഞത് വ്യക്തമാണ്. ഏതായാലും ഇതൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യമാണ്. അപ്പോൾ ശ്രീ ദാസൻ കണ്ണൂർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട പ്രേക്ഷകനാണ്. സമയം തീർന്നാലും അദ്ദേഹം മിസ്സാകാൻ പാടില്ലെന്നുള്ളതുകൊണ്ട്. ശ്രീ ദാസൻ, ഞാൻ പറയുന്നത് ഈ വിഷയം എടുത്തത് വളരെ നല്ലതാണ്, തെറ്റില്ല. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടില് ഒരു ലൈംഗിക താരതമ്യം അതൊരു വസ്തുത തന്നെയാണ്. ലൈംഗിക ദാരിദ്ര്യവും ലൈംഗിക അരാജകത്വം ഒക്കെ ഉണ്ടെന്നുള്ള സൂചനയാണോ കിട്ടുന്നത്? അത് മാത്രമല്ല, നമ്മള് ആയിക്കും വെള്ളം കുടിക്കുന്ന പോലെയും ഭക്ഷണം കഴിക്കുന്ന പോലെയും അതുപോലെ തന്നെ ലൈംഗിക കാര്യം. ഒരു സംശയവും വേണ്ട. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്പാ സെന്ററുകൾ ഇപ്പോ ഇഷ്ടം പോലെ നടക്കുന്ന ഈ വ്യഭിചാരം തന്നെയാണ് ഭൂരിഭാഗം സ്പാ സെന്ററുകളും. സ്പാ സെന്റർ പേര് മാത്രമേ ഉള്ളൂ. അതിൽ നടക്കുന്ന കാര്യങ്ങൾ
ഒരു മണിക്കൂറിന് 2000, 5000, 3000 പണിക്ക് നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു വലിയ പ്രശ്നമാണ്. ചെറുപ്പക്കാർ, അനവധി ചെറുപ്പക്കാർ, 28, 30, 40, 50 വയസ്സായ ചെറുപ്പക്കാർ പിള്ളേരെ കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാതെ നരയിക്കുന്ന ഈ നാട്ടില് അവർക്ക് അവരെ ലൈംഗിക കാര്യം എങ്ങനെ സാധിപ്പിക്കും? അത് ഒരു ഉത്തരം നമുക്ക് പറയണം, നമ്മൾ പൊതുസമൂഹം പറയണം. നമ്മൾ ശരി, ഏതായാലും ഈ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഓക്കെ. പിന്നെ ഒറ്റ സെക്കൻഡ് ഒരു കാര്യം പറയാം. നിങ്ങൾ രാവിലെ 6 മണിക്ക് ഈ എല്ലാ ചാനലുകളും ഈ ഫസ്റ്റ് തന്നെ രാവിലെ 6 മണിക്ക് ഞാൻ കുറേ ദിവസം വാർത്ത വെക്കും. നിങ്ങൾ ഈ തലേന്നത്തെ പടങ്കഞ്ഞി കൊള്ളുന്ന പാടി നിർത്തിയിട്ട് രാവിലെ 6 മണിക്ക് വാർത്ത വെക്കുന്നു പറയാൻ ഒരു അപേക്ഷയുണ്ട്. ഓക്കെ, നമ്മളത് സാധാരണ ഇപ്പൊ ആളുകൾ 6 മണിക്ക് അധികം എഴുന്നേക്കുന്നതാണ്. അപ്പൊ 7 മണി തൊട്ട് തുടങ്ങാം. ഞാൻ ഏതായാലും ശ്രീ ദാസന്റെ അഭിപ്രായം ഞാൻ ഇവിടെ അറിയിക്കാം. ഞാൻ 5 മണിക്കാണ് നിൽക്കുന്നത്. അത് ശരി, ഓക്കെ. വളരെ ചുരുക്കം ആളുകളെ ഇപ്പൊ ഇത്രയും നേരത്തെ നിൽക്കുന്നത്. ഏതായാലും വെരി ഗുഡ്. അപ്പൊ നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് അത്രയും ശക്തിയും ഊർജ്ജവും കിട്ടുമെന്നാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു കേട്ടോ. ധാരാളം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അവരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഇത് മലയാളിയുടെ മാറുന്ന സദാചാര ബോധമാണോ ഇത് ദൃശ്യമാക്കുന്നതെന്ന് ചോദിച്ചു. അതിൽ 66% ആളുകൾ മലയാളിയുടെ സദാചാര ബോധമൊക്കെ മാറുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ 44% ആളുകൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ പഴയ യാഥാസ്ഥിതിക ചിന്താഗതികളും അല്ലെങ്കിൽ നമ്മുടെ പഴയ പാരമ്പര്യ ചിന്താഗതികളും ഒക്കെ ഇപ്പോഴും മുറുകെ പിടിക്കുന്നവരാണ് മലയാളികൾ എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, സ്വാതന്ത്ര്യവും അതുപോലെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളും ഒക്കെ നമുക്ക് അംഗീകരിക്കാം. അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ സ്വാതന്ത്ര്യം ഉത്തരവാദിത്വത്തോടൊപ്പം ചേർന്നിരിക്കുമ്പോഴാണ് അത് സമതുലിതമാകുന്നത്. ലിബറൽ എന്ന പേരിൽ എല്ലാ അതിരുകളും ഇല്ലാതാകുമ്പോൾ അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സമൂഹം തുറന്ന മനസ്സോടെ മുന്നോട്ട് പോകണം എന്നതിൽ സംശയമില്ല. പക്ഷേ അതിന് സ്വന്തം നൈതിക മാനദണ്ഡങ്ങളും സംരക്ഷണ രേഖകളും ഉണ്ടായിരിക്കണം. വ്യക്തിയുടെ അവകാശവും സമൂഹത്തിൻ്റെ ക്ഷേമവും തമ്മിൽ ഒരു സമത്വം കണ്ടെത്തേണ്ടതാണ് യഥാർത്ഥ പുരോഗതി. അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം ആളുകളെ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉത്തരവാദിത്തമുള്ള സ്വാതന്ത്ര്യമാണ് കൂടുതൽ ക്രിയാത്മകം. ഇവിടെ ഒരു ചോദ്യം ലിബറലിസം വേണോ പരമ്പരാഗത രീതി വേണോ എന്നതല്ല, മറിച്ച് മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാനാകും എന്നതാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.